നോട്ട് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനം വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ. നിരോധനം 50-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നികുതി വരുമാനത്തിൽ ഇരട്ടിയിലധികം ഇടിവാണുണ്ടായത്. വിൽപ്പന നികുതിയിൽ 9%, ബെഫ്കോ വരുമാനത്തിൽ 27.3% കുറവ് രേഖപ്പെടുത്തി. അടുത്ത മാസം ശമ്പളം വൈകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ആവശ്യത്തിന് നോട്ടുകൾ നൽകാനാവില്ലെന്ന് RBI അറിയിച്ചതായും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. നോട്ട് നിരോധനം നിലവിൽ വന്ന് 50 ദിവസമാകുമ്പോൾ വൻ വരുമാന നഷ്ടവും കറൻസി ദൌർലഭ്യവുമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയിലധികമായി കുറഞ്ഞു. വിൽപ്പന നികുതി ഇനത്തിൽ മാത്രം 9% കുറവ് രേഖപ്പെടുത്തിയത്. ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവിൽ ഒറ്റ മാസം കൊണ്ടുണ്ടായത് 23.3% കുറവ്. രജിസ്ട്രേഷൻ ഇടപാടുകളും വൻ നഷ്ടത്തിലാണ്. ഭൂമി രജിസ്ട്രേഷനിൽ കഴിഞ്ഞ 2 മാസത്തെ കണക്ക് പ്രകാരം 58 കോടി രൂപയുടെ കുറവാണുണ്ടായത്. ലോട്ടറി മേഖലയിൽ 5% വരുമാന നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ മാസത്തേക്കാൾ ഗുരുതരമാണ് ജനുവരിയിലെ ശമ്പള പെൻഷൻ വിതരണമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. അടുത്ത മാസം 50 ദിവസം കഴിഞ്ഞുള്ള ശമ്പളം കൊടുപ്പല്ലേ, പക്ഷെ മോഡി പറഞ്ഞതിന് നേർവിപരീതം ഉണ്ടാവാൻ പോണത്. ഡിസംബർ മാസത്തിനേക്കാൾ വളരെ രൂക്ഷമായിരിക്കും ഈ ജനുവരി മാസത്തിലെ ശമ്പളം. ചെറുകിട നിർമ്മാണ മേഖലയെ പ്രതിസന്ധി ബാധിച്ചപ്പോൾ കെട്ടിട നിർമ്മാണം ഗണ്യമായി കുറഞ്ഞു. ബാങ്കിംഗ് മേഖലയിൽ 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. വ്യവസായ മേഖലയിലും സ്വർണ്ണ വിപണിയിലും പ്രതിസന്ധി കനത്ത പ്രഹരമായി. സംസ്ഥാനം പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതിൽ 40% തുകയാണ് റിസർവ് ബാങ്ക് സംസ്ഥാനത്തിന് നൽകിയത് പോലും. ഇത് സംസ്ഥാനത്തിന് ഇരട്ടി പ്രഹരവുമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് നിരോധനത്തോട് വിയോജിച്ച MT വാസുദേവൻ നായരെ അധിക്ഷേപിച്ചതിലൂടെ BJP RSS ശക്തികൾ ഫാസിസ്റ്റ് മുഖം തുറന്നുകാട്ടുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജ്ഞാനപീഠ ജേതാവായ MTയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പ്രാകൃത നടപടിയാണെന്ന് കോടിയേരി പറഞ്ഞു. BJPയുടെയും മോദിയുടെയും കുഴലൂത്തുകാരല്ലാത്ത എഴുത്തുകാർ പിറന്ന മണ്ണിൽ ജീവിക്കണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് തികഞ്ഞ ഫാസിസമാണ്. മഹാസാഹിത്യകാരന്മാർ പോലും BJP വരയ്ക്കുന്ന വരിയിൽ നടക്കണമെന്നും സംഘപരിവാർ കൽപ്പിക്കുന്ന ലക്ഷ്മണരേഖ കടക്കരുതെന്നും കൽപ്പിച്ചാൽ അത് നടപ്പാക്കാനുള്ള വെള്ളരിക്ക പട്ടണമല്ല ഇന്ത്യ എന്നും കോടിയേരി പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ വൈകിട്ട് മനുഷ്യച്ചങ്ങല തീർക്കും. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെയാണ് മനുഷ്യച്ചങ്ങല. മനുഷ്യച്ചങ്ങലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് 5-നാണ് മനുഷ്യച്ചങ്ങല. വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ഇതിന്റെ തയ്യാറെടുപ്പുകളുടെ വിവരങ്ങളുമായി ആദ്യം തെക്കൻ മേഖലയിലുള്ള, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണി തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുള്ള തയ്യാറെടുപ്പുകൾ? സൗമ്യ, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ഒരു ചരിത്ര സംഭവമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് LDF പ്രവർത്തകർ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം രാജ്ഭവന് മുന്നിലാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ ഒരു പ്രത്യേക വേദി, ഈ പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടിയുള്ള വേദി തയ്യാറാക്കാനുള്ള അന്തിമ ഒരുക്കത്തിലാണ് ഇപ്പോൾ LDF പ്രവർത്തകർ. നേരത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാജ്ഭവനിൽ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേദി ഒരുക്കുന്നതിന് നേരത്തെ പോലീസിന്റെ ചില ക്രമീകരണങ്ങൾ, ചില തടസ്സങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ വേദി ഒരുക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ LDF പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് രാജ്ഭവനിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യ ചങ്ങല തീർക്കുന്നത്. ഇത് പ്രധാനമായും ഇതിൻ്റെ ആദ്യ കണ്ണിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ഇതിൻ്റെ ആദ്യ കണ്ണിയായി മാറുക. കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ പാതയോരത്ത് വൈകിട്ട് 4:30 ഇതിൻ്റെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. അതിനുശേഷം 5 മണിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ മനുഷ്യ ചങ്ങല തീർക്കുക. ചില സ്ഥലങ്ങളിൽ അത് മനുഷ്യ കോട്ടയാക്കാനുള്ള അന്തിമ പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ഇപ്പോൾ ഇതിൻ്റെ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് മനുഷ്യ ചങ്ങലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എത്ര മണിയോടുകൂടി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരും? എവിടെ മുതൽ എവിടെ വരെയാണ് ജില്ലയുടെ അതിർത്തിയിൽ എത്രത്തോളം പ്രവർത്തകർ നിരന്നു നിൽക്കുമെന്നതാണ് നിലവിൽ ഇപ്പോൾ LDF കരുതുന്നത്? 4:30 മണിക്ക് പ്രവർത്തകരൊട്ടാകെ അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. 4:30 മണിക്ക് റിഹേഴ്സൽ നടക്കും. 5 മണിക്ക് മനുഷ്യ ചങ്ങല കോർക്കും. 5 മണിക്ക് പ്രതിജ്ഞ എടുക്കും. ആ പ്രതിജ്ഞയ്ക്ക് ശേഷം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. 1 ലക്ഷം ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
അതിനുള്ള ആവശ്യമായ ഒരുക്കങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ രാജ്ഭവൻ മുതൽ കടമ്പാട്ടുകുളം വരെയുള്ള പ്രദേശത്ത് മനുഷ്യ ചങ്ങല എന്നതിനപ്പുറത്തേക്ക് പലയിടത്തും മനുഷ്യ മതിലായി രൂപാന്തരപ്പെടാൻ പോവുകയാണ്. വലിയ തോതിലുള്ള സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ ചങ്ങല വലിയ വിജയമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി അതിശക്തിയായ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളാകെ തീരാ ദുരിതത്തിലാണ്. നോട്ട് മരവിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തിയ അവകാശവാദങ്ങൾ ഒട്ടാകെ പൊള്ളത്തരമാണ്, കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ഒട്ടാകെ ചീട്ട് കൊട്ടാരം പോലെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ കള്ളപ്പണം പിടിക്കാനോ രാജ്യത്ത് ജനങ്ങൾക്ക് സഹായകരമായ എന്തെങ്കിലും ചെയ്യാനോ ഈ നടപടി കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇതിലുള്ള അതിശക്തിയായ രോഷവും പ്രതിഷേധവും ജനങ്ങളുടെ ആ പ്രതിഷേധം ഇന്ന് മനുഷ്യ ചങ്ങല, മനുഷ്യ കോട്ടയായി മാറാൻ പോവാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ തുടങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതന്മാരായ നേതാക്കന്മാർ ഇവിടെ മനുഷ്യച്ചങ്ങലയിൽ കൈകോർക്കും. കടമ്പാട്ടുകുളമാണ് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി. ആ കടമ്പാട്ടുകുളത്ത് വർക്കലയുടെ MLA സവ് ജോയി ഈ മനുഷ്യച്ചങ്ങലയുടെ അവസാനത്തെ കണ്ണിയായി കടമ്പാട്ടുകുളത്തുണ്ടാവും. 9 കേന്ദ്രങ്ങളിൽ പ്രധാനമായും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ MLA മാർ, MP, അതേപോലെ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവരെല്ലാം തന്നെ ഈ 9 പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുകയാണ്. ജില്ലയിൽ വലിയ തോതിലുള്ള ഒരു ജനമുന്നേറ്റമായി ഈ മനുഷ്യച്ചങ്ങല മാറിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. സൗമ്യ, ഇതാണ് ആനാവൂർ നാഗപ്പൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. പാർട്ടിയുടെ എല്ലാ പാർട്ടികളുടെയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം LDF-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കാനായി എത്തും. അതോടൊപ്പം സർവീസ് സംഘടനാ രംഗത്തെയും വർഗബഹുജന സംഘടനാ രംഗത്തെയും നിരവധി പ്രവർത്തകർ ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും എന്നതാണ് ഇപ്പോൾ നമ്മളോട് ആനാവൂർ നാഗപ്പൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നതിനാൽ രാജ്ഭവന് മുന്നിൽ വേദി ഒരുക്കുന്നതിന് ചില തടസ്സങ്ങൾ പോലീസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ്, അതിന്റെ അന്തിമഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ. ജീവനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തലസ്ഥാന നഗരിയാണ് കണ്ണിയുടെ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉള്ളവർ ആയിരിക്കും അവിടെ നിന്നും അണിചേരുക. ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPIM-ന്റെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, ഒപ്പം CPI അടക്കമുള്ള മറ്റ് LDF ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെയും ഇവിടെ തലസ്ഥാന നഗരിയിൽ അണിചേരും. ഒപ്പം തന്നെ ദേശീയപാതയിലുടനീളം ഈ മനുഷ്യ ചങ്ങലയ്ക്കൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ അടക്കമുള്ള, ഒപ്പം LDF നേതാക്കൾ അടക്കം ഉള്ളവർ നേതൃത്വം നൽകിക്കൊണ്ടായിരിക്കും മനുഷ്യച്ചങ്ങല തീർക്കുക. 5 മണിയോടുകൂടിയാണ് മനുഷ്യച്ചങ്ങല നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിരുത്തരവാദപരമായ ഈ നിലപാടിനെതിരെ വലിയൊരു മുന്നറിയിപ്പായി മനുഷ്യച്ചങ്ങല മാറ്റുക എന്നതാണ് ഈ ഒരു വലിയ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടുള്ള ഈ ഒരു സമര രീതിയുടെ ലക്ഷ്യം. സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിന്നുള്ള, കായിക മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിചേരുക. ഒപ്പം തന്നെ ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യച്ചങ്ങല ഒരുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പല മേഖലകൾ കേന്ദ്രീകരിച്ചും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മണിയോടുകൂടിയാണ് മനുഷ്യച്ചങ്ങല നടക്കുക. 4 മണിയോടുകൂടി തന്നെ കണ്ണികളാകാനുള്ള ആളുകൾ എത്തിച്ചേരും എന്നാണ് കണക്കൂട്ടലുകളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അണിചേരും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. സഹകരണ മേഖലയിൽ നിന്നുള്ള ഈ ഒരു അവഗണനയുടെ കൂടി ഭാഗമായി സഹകാരികളും ഒപ്പം തന്നെ സഹകരണ മേഖലയോട് ചേർന്ന് നിൽക്കുന്നവരും കൂടി മനുഷ്യച്ചങ്ങലയിൽ അണിചേരുന്നുണ്ട്. ആ വിധത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പായി ഈ വലിയ ഒരു മുന്നേറ്റം, ജനകീയ മുന്നേറ്റം മാറും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ.
തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ വഴി തൃശൂർ, ചെറുതുരുത്തി, നീലിയാട്, എടപ്പാൾ, കുറ്റിപ്പുറം വഴി കാസർഗോഡ് വരെ നീളുന്നതാണ് മനുഷ്യച്ചങ്ങല. ഇവിടെയുള്ള ദേശീയപാതയുടെ അരികിൽ ഇടതുവശത്തായി ആയിരിക്കും മനുഷ്യച്ചങ്ങല ഒരുക്കുന്നത്. യാതൊരു വിധത്തിലും വാഹന ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല മനുഷ്യച്ചങ്ങല തീർക്കുക എന്ന് നേരത്തെ തന്നെ LDF നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ വയനാട്, ഇടുക്കി ജില്ലകളിൽ പ്രത്യേക മനുഷ്യച്ചങ്ങല, മലയോര മേഖലയിലുള്ള ജനങ്ങൾക്കായി പ്രത്യേകം മനുഷ്യച്ചങ്ങലകളും തീർത്തുകൊണ്ടായിരിക്കും ആ മേഖലയിലുള്ളവർ ഈ പ്രതിഷേധത്തിൽ അണിചേരുക. ഒപ്പം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവർ ആലപ്പുഴയിൽ സംഗമിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുകയായിരിക്കും ചെയ്യുക. ഒപ്പം തന്നെ മറ്റ് നിശ്ചയിച്ച കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ, സാധാരണക്കാരായ ആളുകളും, പ്രത്യേകിച്ച് ജനകീയമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിൽ മന്ത്രിമാരും LDFന്റെ പ്രമുഖരായ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ആയിരിക്കും ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകുക. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPMന്റെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ഡെപ്യൂട്ടി സ്പീക്കർ V ശശി അടക്കമുള്ളവർ, ജനതാദളിന്റെ നേതാവ് നീല ലോഹിദാസ് നാടാർ, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ തുടങ്ങിയ നേതാക്കൾ കണ്ണികളാകും. LDF കൺവീനർ വൈക്കം മിഷൻ ആലപ്പുഴയിലാണ് കണ്ണിചേരുക. ആ വിധത്തിൽ വിവിധ മേഖലകളും വിവിധ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് മനുഷ്യച്ചങ്ങല അണിചേരുക. വൈകുന്നേരം 5 മണിയോടുകൂടി കൊച്ചിയിൽ നിന്നും മധ്യകേരളത്തിലെ പൊതുവായ വിവരങ്ങളും കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, ഇനിയിപ്പോൾ 2 മണിക്കൂറത്തെ കാത്തിരിപ്പേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ആളുകൾ വിവിധ കേന്ദ്രങ്ങളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ് അവസാനവട്ട തയ്യാറെടുപ്പുകളുടെ വിവരങ്ങൾ സമീർ? സമീർ, കേൾക്കാമെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഈ ഒരു അവസാന മണിക്കൂറുകളിലേക്ക്, ഈ ഒരു തയ്യാറെടുപ്പുകളുടെ അവസാന മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് LDF നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ, മനുഷ്യച്ചങ്ങലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എത്രത്തോളമായിട്ടുണ്ട് സമീർ? സൗമ്യ, വലിയ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യച്ചങ്ങല കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിലേക്ക് എത്താം, സമീറിലേക്ക് എത്താം. ഏതായാലും മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, അതിലേക്ക് എത്താം. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. വലിയ ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെതിരെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി LDFന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങല, അതിന് വലിയ തയ്യാറെടുപ്പുകളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. സംസ്ഥാനത്ത് ദേശീയപാതയുടെ ഇടതുവശം ചേർന്നാണ് മനുഷ്യച്ചങ്ങല വലിയ കണ്ണിയായി തന്നെ അണിചേരുക. നിരവധിയായ ആളുകൾ, സാംസ്കാരിക കായിക മേഖലകളിൽ നിന്നും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാരൊക്കെ തന്നെയും അണിചേർന്നുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ആളുകളെ അണിചേർത്തുകൊണ്ടായിരിക്കും ഈ ഒരു മനുഷ്യച്ചങ്ങല നടക്കുക. അതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് LDFന്റെ പ്രവർത്തകർ ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നിന്നാണ് ഈ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണി തുടങ്ങുക. അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് വരെ രാജ്ഭവനിൽ രാഷ്ട്രപതി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നേരത്തെ അവിടെ വലിയ തയ്യാറെടുപ്പുകളൊന്നും സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ സ്റ്റേജ് കെട്ടുന്നത് അടക്കമുള്ള, പ്രതിജ്ഞ ചൊല്ലുന്നതിന് പ്രത്യേകം വേദി കെട്ടുന്നത് അടക്കമുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിൽ LDFന്റെ മുതിർന്ന നേതാക്കൾ, LDFന്റെ ഘടകകക്ഷികളുടെ, CPMന്റെയും CPIയുടെയും ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും പ്രമുഖരായ നേതാക്കൾ ഈ ദേശീയപാതയിലുടനീളമുള്ള മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. ഒപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുടെയും വലിയൊരു പങ്കാളിത്തം ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ LDF നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വലിയ പ്രതിഷേധം സാധാരണക്കാരെയാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയും ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും എന്നൊരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇപ്പോൾ LDF ഉള്ളത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ
അട്ടിമറിക്കുന്ന രീതിയിലുള്ള മോഡിയുടെ പ്രഖ്യാപനം, യാതൊരു തയ്യാറെടുപ്പും ഇല്ലായിരുന്നു, മണ്ടത്തരമായി പോയി എന്ന് നമ്മുടെ ഉന്നത നീതിപീഠം പോലും വിലയിരുത്തിയ ഒരു സാഹചര്യം ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രഖ്യാപനത്തിന്റെ 50-ാം ദിവസം പൂർത്തിയാകുന്ന ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിന് LDF ഒരുങ്ങുന്നത്. കുട്ടൻ ചേർന്നുണ്ട് മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി. കുട്ടൻ, എങ്ങനെയാണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? ഒപ്പം തന്നെ ദേശീയപാതയുടെ കോരം ചേർന്നല്ലാതെ മറ്റു ഭാഗങ്ങളിലും ഇതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഒക്കെ പ്രതിഫലനം ഉണ്ടാകുമോ? എങ്ങനെയാണ് അവസാനവട്ട തയ്യാറെടുപ്പുകളും എങ്ങനെയാണ് കുട്ടൻ? സൗമ്യ, മനുഷ്യച്ചങ്ങലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും മലബാർ മേഖലയിൽ അണിനിരക്കുക. കാസർഗോഡ് മുതൽ ഉള്ള വടക്കൻ ജില്ലകളിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 4 മണിയോടുകൂടി തന്നെ ജനങ്ങൾ അവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഓരോ ജില്ലയിലെയും ഓരോ ഏരിയ തിരിച്ചും മണ്ഡലം തിരിച്ചുമൊക്കെ പ്രവർത്തകർക്ക് എവിടെയാണ് ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കേണ്ടത് എന്ന് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ സംഘടനാപരമായി തന്നെ LDF കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വൈകിട്ട് 4 മണി മുതൽ തന്നെ ജനങ്ങൾ എത്തിച്ചേരും. വിവിധ കേന്ദ്രങ്ങളിൽ കലാപരിപാടികളും അത്തരത്തിലുള്ള ചടങ്ങുകളുമുണ്ട്. 4 മണിക്ക് എത്തിച്ചേർന്നാൽ അതിന് 4-ഓടുകൂടി തന്നെ ഇതിൻ്റെ മനുഷ്യച്ചങ്ങലയുടെ റിഹേഴ്സൽ നടക്കും. 5 മണിക്കായിരിക്കും മനുഷ്യച്ചങ്ങലയായി ഈ വലിയ പ്രതിഷേധ സമരം മനുഷ്യച്ചങ്ങലയായി മാറുക. ഈ മലബാർ മേഖലയിലെ മുഴുവൻ ജില്ലകളിലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് സഹകരണ മേഖലയോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് മലബാറിലെ ജില്ലകൾ. ഇവിടുത്തെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ സഹകരണ മേഖലയുമായി ഏറെ അടുപ്പം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാട്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട കേന്ദ്ര സർക്കാർ നിലപാട്, ഇതിനെതിരെയൊക്കെയുള്ള പ്രതിഷേധത്തിൽ രാഷ്ട്രീയ വ്യത്യാസമന്യേ നിരവധി പേർ അണിനിരക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 3 ലക്ഷം ജനങ്ങളാണ് ഈ പ്രതിഷേധ ചങ്ങലയിൽ അണിചേരുന്നത്. അതുപോലെ കാസർഗോഡ് ജില്ലയിലും കണ്ണൂരിലും പാലക്കാടും മലപ്പുറത്തും വയനാട്ടിലുമെല്ലാം അത്തരത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ചരിത്ര സംഭവത്തിൽ പങ്കാളികളാകാൻ വേണ്ടി എത്തും. ദേശീയപാതയിലാണ് ഈ സമരം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വയനാട് ജില്ലയിൽ ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അനുഭാവ ചങ്ങലയും വയനാട് ജില്ലയിൽ നടക്കും. സൗമ്യ, കുട്ടനാട് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്തുടനീളം വലിയ മുന്നൊരുക്കങ്ങളാണ് LDFന്റെ ഈ മനുഷ്യച്ചങ്ങലയോടനുബന്ധിച്ച് നടക്കുന്നത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നറിയിച്ച സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമെന്ന് സൂചന. നാളെയോ പുതുവർഷ തലേന്നോ ആയിരിക്കും മോദിയുടെ പ്രസംഗം. ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും മോദി നടത്തുക. നവംബർ 8 രാത്രി 500,000 നോട്ടുകളുടെ മൂല്യം റദ്ദാക്കിയതിനു ശേഷം 50 ദിവസത്തെ സാവകാശമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തോട് ചോദിച്ചത്. ഇതുപ്രകാരമുള്ള സമയം നാളെ രാത്രിയോടെ അവസാനിക്കും. പ്രതിസന്ധിയാകട്ടെ രൂക്ഷമാകുന്നതല്ലാതെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നത്. രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും രാജ്യത്തിന് പുതുവർഷ ആശംസകൾ നേരുന്ന പതിവുണ്ട്. ഇപ്രാവശ്യം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കും. നോട്ടുമാറ്റത്തെ തുടർന്ന് ജനങ്ങളിലുണ്ടായിരിക്കുന്ന പ്രതിഷേധം തണുപ്പിക്കുകയാണ് ലക്ഷ്യം. നവംബർ 8 ശേഷം ഇതുവരെ കള്ളപ്പണം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ, നോട്ടുമാറ്റത്തിനായി സ്വീകരിച്ച നടപടികൾ തുടങ്ങിയവ നരേന്ദ്രമോദി പ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തുമെന്നറിയുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ വിപുലമാക്കുന്നതിനെക്കുറിച്ചും നരേന്ദ്രമോദി സംസാരിക്കും. ഇതിനു മുന്നോടിയായാണ് നീതി ആയോഗിലെ സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയത്. ഡിസംബർ 30 വരെ കാത്തിരിക്കൂ, പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കൂ. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പാഴാകുന്ന ഇത്തരം വാഗ്ദാനങ്ങളുമായി പ്രധാനമന്ത്രി ഇനി എത്തുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ജയലളിതയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച മദ്രാസ് ഹൈക്കോടതി. ചികിത്സയിലായിരിക്കെ എന്തുകൊണ്ട് ജയലളിതയുടെ ആരോഗ്യനില രഹസ്യമാക്കി വെച്ചുവെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. അതിനിടെ AIADMKയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ശശികല നടരാജനെ തെരഞ്ഞെടുത്തു. ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. അതേസമയം ശശികലയെ ജനറൽ സെക്രട്ടറിയാക്കിയതിനെതിരെ വിമത MP ശശികല പുഷ്പ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വൈദ്യലിംഗം സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്തുകൊണ്ടാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി വെച്ചതെന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കിയില്ല എന്നതായിരുന്നു അടുത്ത ചോദ്യം. കോടതി നിർണായകമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ചെന്നൈയിൽ ചേർന്ന AIADMK ജനറൽ കൌൺസിൽ യോഗം ജയലളിതയുടെ തോഴി ശശികലയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ശശികല ജയലളിതയുടെ ആത്മാവാണെന്നും ചിന്ന അമ്മയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി പനീർശെൽവം പറഞ്ഞു. அதற்கான தீர்மானம் பொதுக்குழுவால் ஏகமனதாக நிறைவேற்றப்பட்டுள்ளது.
அந்த தகவலை மதிப்பிற்குரிய சின்னம்மா அவர்களிடம் தெரிவித்து அவரது சம்மதத்தை பெறுவதற்காக நாங்கள் இப்பொழுது சென்று கொண்டிருக்கின்றோம். ശശികലയെ ജനറൽ സെക്രട്ടറിയാക്കുന്നതിൽ ADMK അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ADMK നേതാക്കൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. അതേസമയം ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശശികല മറുപടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്. സിനിമാ സമരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തിയേറ്റർ ഉടമകൾ നാളെ മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ യോഗത്തിന് ശേഷമാണ് തീരുമാനം. വിവരങ്ങളുമായി ഏതായാലും ഇപ്പോഴും തിയേറ്റർ ഉടമകൾ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 50% ലാഭവിഹിതത്തിന്റെ 50% വേണമെന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതേ തുടർന്നാണ് നാളെ മുതൽ മലയാള സിനിമകൾ പൂർണ്ണമായും തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ A ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് മലയാള സിനിമകൾ പ്രദർശനം തുടരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് താല്പര്യങ്ങൾ, മറ്റ് വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പുറത്ത്, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്താണ് സുരേഷ് കുമാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് എന്നൊരു ആരോപണവും ലിബർട്ടി ബഷീർ ഉന്നയിച്ചിരുന്നു. ഇന്ന് ഏതായാലും നിർണായകമായ ഒരു യോഗമാണ് നടന്നത്. ഇതിലും 50% ലാഭവിഹിതം എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല സിനിമ തിയേറ്റർ ഉടമകൾ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കേണ്ട എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് തിയേറ്റർ ഉടമകൾ പോയിരിക്കുന്നത്.